ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന വലിയ വിമാന അപകടത്തിൽ മരിച്ചവരുടെ എല്ലാം ആത്മാക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മാനസിക വൈകൃതം എത്രത്തോളം ആകാമോ അതിന്റെ പീക്ക് ലെവലിൽ മാനസിക വൈകൃതത്തിന് അടിമപ്പെട്ട വ്യക്തികളുടെ മെഴുകലാണ് സോഷ്യൽ മീഡിയയിൽ പലയിടത്തും കണ്ടുവരുന്നത്. അതിൽ ഒരുപാട് പേര് ഹൃദയം നുറുങ്ങി മരിച്ചുപോയവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ചില കൃമികൾ പറയാതിരിക്കാൻ വയ്യ, അവരെ എന്ത് നികൃഷ്ട ജീവികൾ എന്ന പേരിട്ട് വിളിച്ചാലും ആ ജീവികൾക്ക് പോലും അത് നാണക്കേടാകുന്ന തരത്തിലുള്ള കമന്റുകൾ ഇട്ട് വെറുപ്പിക്കുന്നത്. അതും ജീവിച്ചിരിക്കുന്നവരെ പറയുന്നത് പോലെയല്ല, മരിച്ചു മണ്ണടിഞ്ഞ അല്ലെങ്കിൽ നനച്ചിരിക്കാത്ത നേരത്ത് മരണം കവർന്നെടുക്കുന്ന ആ ആത്മാക്കളെ പോലും വെറുതെ വിടാത്ത രീതിയിൽ അത്രയധികം അധിക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കമന്റ് ഇടുന്ന കുറച്ച് പുഴുക്കൾ ഉണ്ട്. അത്തരത്തില് ഒരു ന്യൂസ് ഞാൻ ഇപ്പൊ കാണാനായിട്ട് ഇടയായി. ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്ത് പോയപ്പോഴാണ് ഈ ഒരു വാർത്ത കണ്ടത്. 24 ന്യൂസിൽ വന്നൊരു ന്യൂസ് ക്ലിപ്പിംഗ് ആണ്. എ പവിത്രൻ, ഡെപ്യൂട്ടി തഹസീൽദാർ വെള്ളരിക്കുണ്ട്, കാസർഗോഡ്, സസ്പെൻഷനിലായിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? നമുക്കൊക്കെ അറിയാം, രഞ്ജിത എന്ന് പറയുന്ന ഒരു മലയാളി പെൺകുട്ടി, അവള് ലണ്ടനിലെ നേഴ്സായിരുന്നു. ഇന്നലത്തെ ആ ഒരു പ്ലെയിൻ ക്രാഷിൽ ജീവൻ പൊലിഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ഒരു ന്യൂസ് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും അവരുടെ കുടുംബത്തെ പറ്റിയും അവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ പറ്റിയിട്ടും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ താഴെ, അല്ലെങ്കിൽ അങ്ങനെ വന്ന ഒരു ന്യൂസിന്റെ താഴെ വളരെ വൃത്തികേടായിട്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു കമന്റ്, എനിക്കത് വായിക്കാനായിട്ട് താല്പര്യമില്ല, ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. ഈ മനുഷ്യനെന്ന് വിളിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു മൃഗത്തിന്റെയും പേര് ഇയാൾക്ക് ചേരത്തുമില്ല. അങ്ങനെ നമ്മൾ ഏതെങ്കിലും മൃഗത്തിന്റെ പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ മൃഗത്തിന് പോലും നാണക്കേടായി പോകുന്ന ഒരു നികൃഷ്ട ജന്മം എന്ന് തന്നെ പറയണം. ഇയാളെ ഇപ്പോ സസ്പെൻഡ് ആണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ന്യൂസിന്റെ താഴത്തെ കമന്റ്സ് എല്ലാം നോക്കിക്കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? ഇയാളെ ഡിസ്മിസ് ചെയ്ത് വീട്ടിലിരുത്തണം എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത്രയ്ക്ക് ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുടുംബത്തില് ആരെങ്കിലും, ആ മക്കള്, മൂത്ത കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് ആ സ്ത്രീയുടെ, ആ മക്കളിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കാണാനായിട്ട് ഇടയായിട്ടുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്? അല്ലെങ്കിൽ അവരുടെ ആ രഞ്ജിതയുടെ മാതാപിതാക്കള് ഈ ഒരു കമന്റ് കാണുകയാണെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എന്താണ്? ഒരു നേഴ്സ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രക്തം തിളക്കുക എന്നൊക്കെ പറയില്ലേ, അത്രയ്ക്ക് എനിക്ക് ഇയാളെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അരച്ചു കലക്കി അയാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന അത്രയ്ക്കൊരു ദേഷ്യമാണ് എനിക്ക് തോന്നിയത്. ഞാനും പ്രവാസിയാണ്, മലയാളിയായിട്ടുള്ള നേഴ്സായ ഒരു പ്രവാസിയാണ് ഞാൻ. എന്തുകൊണ്ടാണ് നമ്മൾ നഴ്സസ് പ്രവാസികളായി പോകുന്നത് എന്നുള്ളത് നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തായാലും നമ്മുടെ സ്വന്തം നാട്ടിൽ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കളെ, നമ്മളുടെ അച്ഛനെയും അമ്മേനെയും എല്ലാം വിട്ട് നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നത് ഒരിക്കലും നമുക്ക് സുഖിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മളുടെ ജീവിത സാഹചര്യം കൊണ്ട് മാത്രമാണ് നമ്മൾ എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോകുന്നത്. അതിപ്പോ നഴ്സസ് മാത്രമല്ല, ഏത് തരത്തിലുള്ള ജോലിയുള്ളവരായാലും പ്രവാസികളുടെ എല്ലാ മാനസികാവസ്ഥ ഇത് തന്നെയാണ്. നമ്മൾ ആരും സന്തോഷത്തോടു കൂടിയിട്ടല്ല കൊച്ചിൻ, തിരുവനന്തപുരം, കണ്ണൂരൊക്കെ വിമാനത്താവളങ്ങളിൽ യാത്ര പറയുന്ന ആരും തന്നെ ചിരിച്ചു കളിച്ചു പോകുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും ഹൃദയത്തിനകത്തൊരു ഭാരം വെച്ചിട്ടായിരിക്കും പോകുന്നത്. പ്രത്യേകിച്ച് നൊന്ത് പ്രസവിച്ച മക്കളെ പിരിഞ്ഞു പോകുക എന്ന് പറയുന്നത് അത്രയധികം വേദന നിറഞ്ഞൊരു കാര്യമായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് ലണ്ടൻ പോലെയുള്ള അല്ലെങ്കിൽ UK പോലെയുള്ള യൂറോപ്യൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് രാജ്യങ്ങളിലേക്ക് നഴ്സുമാർ പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ നാട്ടിൽ കിട്ടാത്ത റെസ്പെക്ട്, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരിക്കുന്നത്. റെസ്പെക്ട് ആണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ നാട്ടിൽ ഈ വക ജീവികളാണല്ലോ ചികിത്സ തേടി ഹോസ്പിറ്റലുകളിൽ വരുന്നത്. അപ്പൊ ഇവരുടെയൊക്കെ അടുത്തുനിന്ന് നഴ്സസിന് എന്ത് തരം പ്രതികരണമായിരിക്കും അല്ലെങ്കിൽ എന്ത് തരം പെരുമാറ്റമായിരിക്കും കിട്ടുന്നതെന്നുള്ളത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നമ്മളുടെ പ്രൊഫഷനെ അത്രയധികം റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്, നമുക്ക് അത്രയധികം റെസ്പെക്ട് തന്നിട്ടാണ് ഇവര് നമ്മളെ കാണുന്നത്. പിന്നെ ചിലര് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, 100% അങ്ങനെയാണെന്നും ഞാൻ പറയുന്നില്ല. റേസിസം ഒക്കെ അത്യാവശ്യം എല്ലായിടത്തും തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു വേർതിരിവ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 100 ഭേദമാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ഒരു കാര്യം തന്നെയാണ് സാലറി. നമുക്ക് ജീവിക്കാനുള്ള ശമ്പളം പോലും അവിടെ ഒരു നഴ്സിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഓരോ വ്യക്തികളും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇവൻ എഴുതി വെച്ച ഒരു കമന്റ് കണ്ടിട്ട് എനിക്ക് എന്താ അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല. നീയൊക്കെ ഒരു ദിവസം ബോധമില്ലാതെ ICUയിൽ കിടന്നിട്ട് എണീറ്റ് പോയി നോക്ക്. അന്ന് നിനക്ക് മനസ്സിലാവും നഴ്സുമാരുടെ മഹത്വം, അല്ലെങ്കിൽ നഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത്. മാലാഖമാർ എന്നൊക്കെ ചുമ്മാ പറയുന്നതല്ലടോ. നഴ്സസ്, ഓരോ നഴ്സും മാലാഖമാര് തന്നെയാണ്. കാരണം നമ്മുടെ ജോലിയാണ്. അല്ലാതെ നീ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് പോലെ നമ്മൾ ആരുടെയും സാധനം കണ്ടു കഴിഞ്ഞാൽ നമുക്കൊന്നും തോന്നാറില്ല. ജീവനും കയ്യെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ജീവന് വേണ്ടിയിട്ട് മല്ലടിക്കുന്ന ഓരോ ജീവിതങ്ങളായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. നമ്മളുടെ കൈയൊന്ന് പിഴച്ചാൽ, മനസ്സൊന്ന് പതറിയാൽ തീരാവുന്ന ജീവനാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മൾ ആ ജോലിക്ക് ഇറങ്ങുന്നത്.
എന്നെ സംബന്ധിച്ചിട്ട് നമ്മുടെ പ്രൊഫഷനാണത്. അതിനെ അത്രയും റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ. ഒരിക്കലും ആ ഒരു പേഷ്യന്റിനെ കാണുമ്പോൾ അന്നേരം നമുക്ക് വികാരമല്ല വരുന്നത്. അതിന് പകരം നമുക്ക് അവരോട് കരുണ, ദയ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് തോന്നുന്നത്. അല്ലാതെ നീയൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ഒരു നഴ്സുമാരും ഈ ഒരു വിചാരത്തോട് കൂടിയിട്ട് പോകുന്നില്ല. പക്ഷെ നിനക്കൊക്കെ ഒരു നഴ്സിനെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ വീട്ടിലുള്ള അമ്മയുടെയും പെങ്ങളുടെയും ഗതികേട് എന്ന് ഞാൻ പറയും. കാരണം അവരെയും നീ ഈ രീതിയിലുള്ള കണ്ണുകളോടുകൂടിയാണല്ലോ കാണുന്നത്. അതുപോലെ തന്നെ ഇയാൾ പറയുന്നുണ്ട്, കിട്ടിയ സർക്കാർ ജോലിയിൽ നിന്ന് 5 വർഷത്തെ നീണ്ട ലീവ് എടുത്തിട്ടാണ് ഇവർ ലണ്ടനിൽ പോയെന്ന്. അത് എനിക്ക് വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ കുട്ടി സലാലയിലായിരുന്നു. അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇംഗ്ലീഷ് ടെസ്റ്റ് പഠിച്ച് പാസ്സായി, പ്ലസ് PSC പഠിച്ച് പാസ്സായി, ജോലി കിട്ടി. ജോലിയിൽ ജോയിൻ ചെയ്യാനുള്ള ഫോർമാലിറ്റീസ് അല്ലെങ്കിൽ പേപ്പർ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 4 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ട് UK നിന്നും നാട്ടിൽ വന്ന് തിരിച്ചു പോയിരുന്നത്. ഈ പോക്ക് അങ്ങനെയായിരുന്നു. പോയി അവിടുത്തെ റെസിഗ്നേഷൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കിയ ശേഷം തിരിച്ചു വരാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ലെങ്കിൽ UK ജീവിതം അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിൽ ആകാൻ വേണ്ടിയിട്ട് മക്കളോടുകൂടെ ജീവിക്കാനുള്ള ആഗ്രഹവുമായിട്ടാണ് ആ ഒരു സ്ത്രീ പോയിട്ടുണ്ടായിരുന്നത്. അതല്ലാതെ ഇവിടെ പറയുന്ന പോലെ അവര് ഉണ്ടായിരുന്ന സർക്കാർ ജോലിയിൽ നിന്ന് ലീവ് എടുത്ത് പോയതാണെന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഒരു കമന്റ് മാത്രമാണ് അങ്ങനെ കണ്ടത്. അങ്ങനെ കണ്ട് നോക്കി പോയി കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു കമന്റ് ശ്രദ്ധയിൽപ്പെട്ടത്. അതിലും ഇതേ വിഷയം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇവർ എത്രത്തോളം ആധികാരികതയോട് കൂടിയിട്ടാണ് ഈ കമന്റ് എഴുതിയിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ എനിക്ക് മനസ്സിലായത് വെച്ചിട്ട് ഇവർക്ക് പുതിയതായിട്ട് കേരള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോസ്റ്റിംഗ് കിട്ടിയതാണ്. അതിന്റെ പേപ്പർ വർക്ക്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ വന്ന് തിരിച്ചു പോകുന്ന വഴിക്കാണ് ഈ ഒരു അപകടം ഉണ്ടായത്. അപ്പോൾ UK പോയി അവർക്ക് അവിടുത്തെ റെസിഗ്നേഷൻ ഫോർമാലിറ്റീസ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നിയമപരമായിട്ട് അവിടുന്ന് റിലീവിംഗ് ലെറ്റർ വാങ്ങിച്ച് അല്ലെങ്കിൽ റെസിഗ്നേഷൻ കൊടുത്ത് 2 മാസത്തെ റെസിഗ്നേഷൻ പീരീഡ് അവിടെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് പ്രോപ്പർ ആയിട്ട് തിരിച്ചു വന്ന് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതങ്ങനെയാണ്. അപ്പം ഈ കമന്റ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് UK നഴ്സിംഗ് മാനേജറായിട്ട് എന്തോ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അവർക്ക് ഈ ഫോർമാലിറ്റീസ് ഒന്നും അറിയാതിരിക്കാൻ വഴിയില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നും എനിക്കറിയില്ല. ഇനിയിപ്പം രഞ്ജിതനെ പേഴ്സണലി അറിയുന്ന ആരെങ്കിലും ആണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും ഒരു മരിച്ചുപോയി, ആ വ്യക്തി മരിച്ചുപോയി, ഇനിയെങ്കിലും അവരെ വെറുതെ വിട്ടുകൂടെ? ഇതുപോലെയൊക്കെയുള്ള വൃത്തികെട്ട കമന്റുകൾ എഴുതി ആ കുടുംബത്തെ കൂടെ കണ്ണീരിലേക്ക്, അവർ ഓൾറെഡി കണ്ണീരിലാണ്, വീണ്ടും വീണ്ടും അവരെ കുത്തി നോവിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ സമൂഹത്തിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സോഷ്യൽ മീഡിയ അക്കൗണ്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് തോന്നിയവാസവും വിളിച്ചു പറയാം. പ്രത്യേകിച്ച് സ്ത്രീകളെ എന്ത് തോന്നിയവാസം പറഞ്ഞാലും ആരും ചോദിക്കാനും പറയാനും വരില്ല, അല്ലെങ്കിൽ അവർ പ്രതികരിക്കില്ല എന്ന് തോന്നുന്നിടത്താണ് നമ്മൾ മലയാളികളുടെ മാനസിക വൈകൃതം എത്രത്തോളമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെയാണ് ഇപ്പൊ ജാതി അധിക്ഷേപം. എന്തിനും ഏതിനും ജാതി കാർഡ് എടുത്ത് വെക്കുന്നത്. ഇവിടെയും ജാതി പറഞ്ഞിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രമേ, അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ മാത്രമേ ഈ തരത്തിലുള്ള വൈകൃതങ്ങൾ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു പബ്ലിക് സെർവന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഓഫീസർ പാലിക്കേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. ആ ഒരു എത്തിക്സ് ആണ് ഇയാൾ വയലേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മാനസിക വൈകല്യമുള്ള ഇവനെ ഒന്നും സസ്പെൻഡ് ചെയ്താൽ പോരാ, എന്നേക്കുമായിട്ട് പിരിച്ചുവിടണം. ഒരു ബെനിഫിറ്റും കൊടുക്കാതെ തന്നെ ഇവനെയൊക്കെ പിരിച്ചുവിടണം. അതല്ലാതെ ഇവനൊന്നും ഇതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവൻ അനുഭവിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സ്വന്തം കുടുംബത്തിൽ ഇതുപോലെ ഒന്ന് സംഭവിച്ചു നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊക്കെ അതിന്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. മരിച്ചുപോയ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലെങ്കിലും അവഹേളിക്കാതിരുന്നൂടെ? ഇതുപോലുള്ള നികൃഷ്ട ജീവികളെയൊക്കെ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജോലിയിൽ നിന്ന് കുറച്ചു നാളത്തേക്ക് സസ്പെൻഡ് ചെയ്തതുകൊണ്ടൊന്നും ഇവനൊന്നും ഒരിക്കലും പഠിക്കില്ല. കാരണം ഇവനൊക്കെ അന്നേരവും ശമ്പളം കിട്ടും, നല്ല സുഖ ജീവിതം നയിക്കും. പക്ഷെ ഇതിനൊക്കെ ഒരു ദിവസം എവിടെയെങ്കിലും മറുപടി പറയേണ്ടതായിട്ട് തന്നെ വരും. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.